الحمد لله الذي أنزل القرآن في شهر رمضان هدى للناس وبينات من الهدى والفرقان، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ആ റബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ അമലുകളും സ്വാലിഹായ അമലുകളായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകണം. പരിശുദ്ധ റമദാനിലേക്ക് നോൻപിനെ അല്ലാഹു നിർബന്ധമാക്കിയതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഥമമായി പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു ആ സ്വർഗ്ഗം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് റമദാനിലൂടെ, നോൻപിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ അയാളിൽ തഖ്വ എന്ന വലിയ ഗുണം ഉണ്ടാകണം. തഖ്വയുടെ ഗുണങ്ങൾ നിരവധിയാണ്. ഒരു തിന്മയിൽ നിന്നും അകന്നു നിൽക്കാൻ തഖ്വ ആവശ്യമാണ്. അതോടൊപ്പം മനുഷ്യനാണ്, ദുർബലനാണ്, ചിലപ്പോഴൊക്കെ മനസ്സിന്റെ അകത്തൊരു സംഘടന നടക്കും. ഇത് തിന്മയാണ്, ഇത് മ്ലേച്ഛമാണെന്നറിയാം, ഈ വഴി ശരിയല്ല എന്നറിയാം, ഇത് തെറ്റാണെന്നറിയാം, എങ്കിലും വേണോ വേണ്ടേ എന്നൊരു സംഘടന. അതിൽ പലപ്പോഴൊക്കെ വഴിപ്പെട്ട് പോയി ആ തിന്മയുടെ വഴി പ്രവേശിച്ചേക്കാം. ആ തിന്മയിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ ആ തിന്മയുടെ വഴിയിലേക്ക് പ്രവേശിച്ച് ഒരു തിരിച്ചുവരവിന് തഖ്വ ആവശ്യമാണ്. അയാൾ ആ തിന്മ ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ നിയത്ത് വെച്ചു, അതിന്റെ വഴിയിൽ അവൻ പ്രവേശിച്ചു. അങ്ങനെ അവൻ പ്രവേശിക്കുമ്പോൾ തഖ്വ അവനെ തിരിച്ചു വിളിക്കുന്നു. പിന്നോട്ടൊരു വരവാണ്, തിരിച്ചു വരവ്. ഇതും തഖ്വയുടെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. ഇസ്ലാമിക ചരിത്രത്തെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. അതിലൊന്ന് നിങ്ങളെ കേൾക്കുകയാണ്. തബൂക്ക് യുദ്ധം ഹിജറ 9-ലാണ്. ആ സന്ദർഭം എന്താ പറയുക? കൊടും ചൂടാണ്, എല്ലാ മേഖല നോക്കിയാലും പ്രതിസന്ധിയാണ്, പ്രതികൂല സാഹചര്യങ്ങളാണ്. അന്ന് ഇസ്ലാമിനെതിരെ യുദ്ധ കാരണം ആരപ്പെടുന്നത് ആ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രബല സാമ്രാജ്യ ശക്തിയാണ്, റോമൻ സൈന്യമാണ്. മുസ്ലിമീങ്ങളുടെ കയ്യിൽ അന്ന് കൃത്യമായ യാത്രാപകരണങ്ങളില്ല, യുദ്ധ സജ്ജീകരണങ്ങളില്ല. എന്നാൽ എന്തിനും വേണ്ടി തയ്യാറപ്പെടുത്താൻ വേണ്ടി കുറച്ച് സമ്പത്തുമാണ്, അതുമില്ല. കാരണം വരൾച്ചയാണ്. ഇനി മുന്നിലുള്ളത് ഈത്തപ്പനയുടെ കായ്ക്കുന്ന സമയം, വിളവെടുക്കുന്ന സമയമാണ്. അഥവാ മദീന വിട്ട് പുറത്തു പോകാൻ ആരും അറിയാത്ത ഒരു സമയം, എല്ലാം കൊണ്ടും പ്രതികൂല സമയം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം കിട്ടുന്നത്, റോമൻ സൈന്യം അവിടെ സജ്ജമാണ് ഇസ്ലാമിനെതിരെ മദീനയെ ആക്രമിക്കാൻ, മുസ്ലിമുകളെ ആക്രമിക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ സ്വഹാബത്തെ വിളിച്ചു, ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്, നമ്മൾ യുദ്ധത്തിനും പ്രതിരോധത്തിനും തയ്യാറെടുക്കണം. ആ കൂട്ടത്തിൽ അത്രയും പ്രതികൂല സാഹചര്യം, അസൗകര്യത്തിന്റെ സമയത്ത് പോലും 30,000-ലേറെ സ്വഹാബത്ത് തയ്യാറായി. അവരുടെ കയ്യിൽ വാഹനങ്ങളില്ല, വിദൂരമായ യാത്രയാണ്. യാത്രയിൽ അവർക്കുള്ള ഭക്ഷണമില്ല, ഒന്നോ രണ്ടോ കാരക്ക, അത് മാത്രം ഓരോ ആളുകളുടെ കയ്യിൽ. വാഹനങ്ങൾ 2 പേര് കയറും, 2 പേര് നടക്കും. ഇങ്ങനെയാണ് അവർ പോകുന്നത്. അക്കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ യുദ്ധത്തിന് പങ്കെടുക്കാതെ മാറി. അവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ മറ്റു സൂറത്തുകളിൽ മറ്റു ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു സ്വഹാബി, അദ്ദേഹത്തിന് അസൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് സൗകര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിന് വാഹനങ്ങളുണ്ട്, അദ്ദേഹത്തിന് നല്ല വീടുണ്ട്, പിന്നെ അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. നബിയും സ്വഹാബത്തും
ഇല്ലായ്മയിൽ ആ കൊടും ചൂടിൽ തബൂക്കിലേക്ക് ഇങ്ങനെ പോയപ്പോൾ ഇദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന് അലസതയും അശ്രദ്ധയും കാരണം യുദ്ധത്തിന് പോകാൻ മടി വന്നു. തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭാര്യയെ കണ്ടു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്ന് ആ കൊടും ചൂടത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറയുന്ന പോലെ AC സംവിധാനം പോലെ ശീതീകരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് അധികം ധനികരായ ആളുകളുടെ വീട്ടിലാണ്. ഈത്തപ്പന മട്ടലിന്റെ ഓലകളൊക്കെ മുകളിൽ വെച്ച് ഒരു പ്രത്യേക സംവിധാനം, അതൊക്കെ ഉള്ള ഒരു നല്ല വീടാണ്. വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് തിരിച്ചത്. അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബു ഫീ ശിദ്ദി വരിയ വഅബൂ ഖൈതമ ഫി ദിൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തും ആ കൊടുംചൂടിൽ വരൾച്ചയിൽ പോകുമ്പോൾ ഞാൻ ഈ കടലത്തിൽ ഈ ഭക്ഷണം കഴിച്ച് കിടക്കലോ ഇല്ല, എനിക്ക് തിരിച്ചു പോകണം. എന്നിട്ട് ഭാര്യയോട് ഒരു കാരക്കെടുത്ത് ആവശ്യപ്പെട്ടു. എന്നിട്ട് തന്റെ കുതിരപ്പുറത്ത് ചാടി കയറി നേരെ റസൂൽ സ്വഹാബത്തും പോയ വഴിയിൽ പിന്നോട്ട് പോയി. അപ്പൊ ദൂരെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണുകയാണ്. നബി പറഞ്ഞു കുൻ അബാ ഖൈതമ. ആർക്കും മനസ്സിലായില്ല വരുന്ന ആരാണെന്ന്, ഒറ്റക്കാ വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുൻ അബാ ഖൈതമ, അത് അബൂ ഖൈസമയാകട്ടെ. സ്വഹാബത്ത് നോക്കുമ്പോൾ കാണുന്നത് അബൂ ഖൈസമ. അല്ലാഹുവിന്റെ റസൂലേ, അത് അബൂ ഖൈസമ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അബൂ ഖൈസമയെ കയറി വന്നു. നബി ആ സ്വഹാബിയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു ഔലാലക അബാ ഖൈസം, ഔലാലക അബാ ഖൈസം, നിനക്ക് ഇത് തന്നെയാണ് ഉത്തമം, ഇത് തന്നെയാണ് ഉത്തമം. സുഖ സൗകര്യങ്ങളിൽ മതിമറന്ന് അള്ളാന്റെ വിളിക്കുത്തരം നൽകാതെ നീ പോയാൽ ഒരുപക്ഷെ നിന്റെ ധനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷ നൽകിയേക്കാം. എന്നാൽ ഇത് നിനക്ക് ഉത്തമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വെച്ചത് തഖ്വയുടെ ഗുണങ്ങളിൽ ഒന്നാണ്. തിന്മയിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിച്ച് തിരിച്ചു വരാൻ നമുക്ക് തഖ്വ ആവശ്യമാണ്. ഈ പരിശുദ്ധ റമദാനിൽ അങ്ങനെ ഒരു തഖ്വ നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമുക്കറിയാം ഈ പള്ളി വർഷങ്ങൾക്ക് മുമ്പ് ഇനിയും ഇപ്പോഴും ഒരുപാട് ആളുകൾ കാര്യമായി തന്നെ അള്ളാന്റെ വചനം ആഗ്രഹിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്നുണ്ട്. നമുക്കും അവരുടെ കൂടെ കൂടണം. ഇന്നത്തെ നമ്മുടെ പള്ളിയുടെ കണക്ഷൻ അതിനു വേണ്ടിയായിരിക്കും. ഒരു പള്ളിക്ക് വേണ്ടി, അള്ളാന്റെ പള്ളിക്ക് വേണ്ടി നമ്മൾ എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ ഉണ്ടാകണം. അള്ളാന്റെ മുമ്പിൽ മറുപടി കൊടുക്കാൻ ഉണ്ടാകണം. നമ്മുടെ വീടിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഒരു മാസം കൃത്യമായ കണക്ക് നമുക്ക് പറയണ്ടാവും. പക്ഷെ അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ഒരു മാസത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ഉള്ളതെന്ന് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുക. അള്ളാഹു അത് വളർത്തി ഒരു മലയോളം വലുതാക്കുമെന്നാണ്. എത്ര ചെറുതാണെങ്കിലും കൊടുക്കുന്ന നീയത്തനുസരിച്ച് കൊണ്ട് അള്ളാഹു വലുതാക്കും. അള്ളാഹു അത്തരത്തിൽ പടച്ചറപ്പ് ആ സമ്പത്തിനെ വലുതാക്കുന്ന, ദുനിയാവിൽ തന്നെ ബറക്കത്ത് ലഭിച്ച് പരലോകത്ത് ചെല്ലുമ്പോൾ വലിയ മലകൾക്ക് സമാനമായി സ്വതക്കങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും അള്ളാഹുവിനോട്, അള്ളാഹു ഇത്രയൊന്നും ചിന്തിക്കില്ലല്ലോ. അപ്പൊ പറഞ്ഞു തരാണ്, നീ കൊടുത്ത ചെറുതല്ലോ, അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടു. നിന്റെ ഇല്ലായ്മയിൽ കൊടുത്തതാണ്, നീ അറിഞ്ഞു കൊടുത്തതാണ്. അത് അന്നിങ്ങനെ വളർത്തി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഏറ്റവും മുന്തി ഒട്ടകത്തെ വളർത്തി വലുതാക്കുന്നത് പോലെ അള്ളാഹു ആ കാരക്കയോളം കൊടുത്ത സ്വതക്കയെ അങ്ങനെ വലുതാക്കിയതോ അതാണ് നീ കാണുന്നത് എന്ന് കാണിക്കുന്ന ആ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.